ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധാമേന ഒരു ചെറുപയർ തോരൻ ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ചെറുപയർ ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുപയറിനെ എപ്പോഴും ഒന്ന് വറുക്കും. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. അതേമാതിരി തന്നെ ചെറുപയർ വറുത്ത് വെച്ചാൽ കുറേ കാലം ഇങ്ങനെ ഒന്നും എന്താ പറയുക, പുഴുക്കടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ എടുത്ത് വെച്ചാലും ഇരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനെ കഴുകിയിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇപ്പോൾ ഞാൻ കുക്കറിലിടാൻ പോവാണ്. കുക്കറിൽ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 1.5 കപ്പാക്കി വെച്ചിട്ട് ഇപ്പോൾ ഈ ചെറുപയറിനെ ഞാനൊന്ന് വേവിക്കാനിടുകയാണ്. ഇതിൽ ഒരു 3/4 കപ്പ് ചെറുപയറാണ് ഉള്ളത്. കുക്കറിനകത്തേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ചു. ഇപ്പം ഞാനതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഒരു 3 വിസിലിൽ ഞാനിതിനെ ഓഫ് ചെയ്യും. ഇപ്പോൾ ആ ചെറുപയർ വേവിച്ച് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു തോരന് വേണ്ടി ചതക്കുകയാണ് കേട്ടോ. ഇതൊരു നല്ല 2 വലിയ പച്ചമുളക്, എരിവുണ്ട് 3 എണ്ണം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 2 എണ്ണം ചേർത്തു. ഒരു 3 ഗാർലിക് വെളുത്തുള്ളിയുടെ ഇലകൾ, ഒരു അരമുറി തേങ്ങ, കൂടുതൽ വേണ്ട, അരമുറി. ഒരു കപ്പിന് ഞാൻ 1/2 അടുത്ത് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ചതച്ചിട്ട് വരാം. വേണ്ട, എൻ്റെ ചെറുപയർ 3 വിസിലിൽ വെന്തു, നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞാനിനി അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. ഞാൻ പാൻ വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക് ഇടുകയാണ്. കടുകിട്ടു. കൂടെ തന്നെ എല്ലാം ഒരുമിച്ച് ഇടാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇത് നോക്കിക്കോളൂ. കുറച്ച് ജീരകം, ഒരു മുളക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, ഇതൊക്കെ ഇതിന് ടേസ്റ്റ് കൊടുക്കും. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരട്ടെ. കടുക് പൊട്ടാനാണെങ്കിൽ ഇത്തിരി താമസം കാണണം. 6 കറിവേപ്പില ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത്. വലിയ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മീഡിയം സൈസ് ഉള്ളി കേട്ടോ. അതും കൂടി ഇതിരിക്കുന്നത്. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യണം. ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരണം. ഈ ഉള്ളി ഒന്ന് സോട്ടായി വന്നു. ബ്രൗൺ നിറം ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി വന്നത് ആഡ് ചെയ്യാൻ പോകും. ഞാനൊന്ന് പൾസ് ചെയ്ത് വിടണം കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് നോക്കും. അടിപൊളി ടേസ്റ്റാണ് ഈ ചെറുപയർ. നിങ്ങൾ വിചാരിക്കേണ്ടോ എന്തിനാ ഇത്രയൊക്കെ വെറുതെ ഒരു പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ചാൽ പോരെ, അല്ല പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ച്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു അപാര ടേസ്റ്റ് ഉണ്ട്. ഈ സമയത്ത് ഞാൻ ലേശം ഉപ്പ് ചേർക്കാൻ പോവാണ്. ഞാൻ ചെറുപയറിൽ ഉപ്പിട്ടില്ലല്ലോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഇപ്പോൾ നന്നായി എല്ലാം കൂടി ഒന്ന് സോട്ടായി വന്നു. അപ്പോൾ ഞാൻ ഈ ചെറുപയർ വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അടിപൊളി ടേസ്റ്റാണിത്. ഒരുപാട് തേങ്ങ ചേർത്ത് മധുരം വരരുത്. അതുകൊണ്ട് ഞാൻ ഇതിന് ഈ ഒരു 3/4 കപ്പ് ചെറുപയറിന് ഞാൻ കഷ്ടിച്ച് 1/2 കപ്പ് ഇല്ല തേങ്ങ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വരട്ടെ. അടിപൊളി ടേസ്റ്റാണ് ഈ തോരൻ. ഇപ്പോൾ തോരനൊക്കെ നല്ലവണ്ണം റെഡിയായി. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 2-3 സ്റ്റിക്ക്
മല്ലിയില ഇത് ആഡ് ചെയ്താൽ അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. ഒരു 2-3 കൊത്ത് പൊടിച്ച് നന്നായി പൊടിയായി മുറിച്ച് ആഡ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ചെറുപയർ തോരൻ റെഡിയായി. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സാധാരണ രീതിയിൽ ഉണ്ടാക്കും, പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഈ മല്ലിയിലയും വെളുത്തുള്ളി, ഉള്ളി, ഉഴുന്നുപരിപ്പ്, ജീരകം ഇതിലൊക്കെ മണം ആഡ് ചെയ്യുമ്പോണ്ടല്ലോ ഇതിന് നല്ലൊരു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാനിത് പറയുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും കൂടി പറയട്ടെ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ. ആൻഡ് ഓൾസോ എനിക്ക് വളരെ സന്തോഷമാണ് എന്ത് കമൻ്റ് ഇട്ടാലും, പക്ഷേ നല്ല കമൻറ്റ്സ് ഇടാൻ നോക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിനി ഇതിനെ എൻ്റെ പാനിലേക്ക് ആക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ തോരനിപ്പോൾ റെഡിയായി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി സുധാസ് വേൾഡിലേക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാസ് വേൾഡ് ആൻഡ് സുധാ മേനോ.